ബംഗ്ലാദേശിനെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ വിജയം. ഇന്ന് മികച്ച ബൌളിംഗ് കാഴ്ചവെച്ച ഇന്ത്യയാകട്ടെ ബംഗ്ലാദേശിനെ 127 റൺസിന് ഓൾ ഔട്ടാക്കി. ഈ ലക്ഷ്യം ഇന്ത്യ 14 ഓവറിൽ മറികടക്കുകയും ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് നല്ല തുടക്കമാണ് നൽകിയത്. 7 പന്തിൽ 16 റൺസ് നേടിയ അഭിഷേക് ശർമ്മ റണ്ണൌട്ടായി. എന്നാൽ പിന്നാലെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ ആകട്ടെ ആക്രമണ ശൈലിയിലാണ് കളിച്ചത്. 14 പന്ത് നേരിട്ട് അദ്ദേഹം 29 റൺസാണ് അടിച്ചുകൂട്ടിയത്. 3 സിക്സും 2 ഫോറുമാണ് സൂര്യകുമാർ നേടിയത്. സൂര്യകുമാർ പുറത്തായ ശേഷം സഞ്ജു അദ്ദേഹത്തിന്റെ റോൾ ഏറ്റെടുത്തു. ഇന്ത്യ പവർ പ്ലേയിൽ 71 റൺസാണ് അടിച്ചുകൂട്ടിയത്. സഞ്ജു ആകട്ടെ 19 പന്തിൽ 29 റൺസ് എടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഒരു കൂറ്റൻ ഷോട്ടിന് കളിക്കവെയാണ് സഞ്ജു ഔട്ടായത്. പിന്നെ ഹർദിക്കിന്റെ വെടിക്കെട്ടാണ് പിന്നീട് കണ്ടത്. ഹർദിക് 16 പന്തിൽ 39 റൺസ് അടിച്ച് 13.5 ഓവറിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു. ബൌളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് അർഷദീപ് മികച്ച തുടക്കമാണ് നൽകിയത്. തന്റെ ആദ്യ ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 8 റൺസ് എടുത്ത പർവേസ് ഹുസൈനും 4 റൺസ് എടുത്ത ലിറ്റൻ ദാസിനെയും അർഷദീപ് പുറത്താക്കി. 12 റൺസ് എടുത്ത ഹൃദോയ്, 8 റൺസ് എടുത്ത ജാക്കിർ എന്നിവരെയും പുറത്താക്കി. വരുൺ ചക്രവർത്തി ബംഗ്ലാദേശിന്റെ മുന്നേറ്റം തടയുകയും ചെയ്തു. അരങ്ങേറ്റക്കാരൻ മയാങ്ക് യാദവ് മഹ്മൂദുള്ളയെ ആദ്യം തന്നെ പുറത്താക്കി. തന്റെ ആദ്യ ഇന്റർനാഷണൽ വിക്കറ്റും സ്വന്തമാക്കി. 27 റൺസ് എടുത്ത ഷാൻഡോയെ ആകട്ടെ വാഷിംഗ്ടൺ സുന്ദറാണ് പുറത്താക്കിയത്. 11 റൺസ് എടുത്ത റിഷാദിനെ കൂടി പുറത്താക്കിയതോടെ വരുൺ ചക്രവർത്തി 3 വിക്കറ്റും നേടി. ഹർദിക് പാണ്ഡ്യയും ഇന്ത്യക്ക് വേണ്ടി ഒരു വിക്കറ്റ് വീഴ്ത്തി. 35 റൺസുമായി മെഹ്ദി ഹസൻ മിറാസ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തു.